ഫ്രണ്ട്സ്, ദോഹയിൽ വളരെ കുറച്ച് പണത്തിന് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന് എൻ്റെ സുഹൃത്ത് അരുണിന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പോസ്റ്റിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് ഡേ ടു ഡേ ഡിസ്കൗണ്ട് മാൾ. ആ കൗതുകം കൊണ്ടാണ് ഒരു വൈകുന്നേരം ഞങ്ങൾ മെട്രോ പിടിച്ച് അൽമാത്ത് അൽക്വാദി സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വെറും 5 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് ഈ വലിയ ഷോപ്പിംഗ് മാൾ. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഒരു പെരുന്നാളിന്റെ തിരക്ക് പോലെയായിരുന്നു ജനക്കൂട്ടം. കുടുംബങ്ങളായും സുഹൃത്തുക്കളായും പല രാജ്യക്കാരും ഷോപ്പിങ്ങിന്റെ തിരക്കിൽ. പ്രത്യേകിച്ച് മലയാളം സംസാരിക്കുന്ന ഒരുപാട് കേരളക്കാരെയും അവിടെ കാണാൻ കഴിഞ്ഞു. ആ മാളിന്റെ പ്രധാന ആകർഷണം 1 മുതൽ 20 ഖത്തർ റിയാൽ വരെ വിലയുള്ള ആയിരക്കണക്കിന് സാധനങ്ങൾ ലഭ്യമാണെന്നതാണ്. വീട്ടുപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ബാഗുകൾ, സ്റ്റേഷനറി, ഗിഫ്റ്റ് ഐറ്റങ്ങൾ തുടങ്ങി എന്ത് വേണമെങ്കിലും ഇവിടെ കാണാം. മിക്ക സാധനങ്ങളും ചൈനയിൽ നിന്നുള്ളവയാണെന്ന് തോന്നി. ഗുണനിലവാരത്തെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. പക്ഷേ ആളുകൾ വാങ്ങുന്ന ആവേശം കണ്ടപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് നാട്ടിലേക്ക് അവധിക്ക് പോകുന്നവർക്ക് ഒരു ചെറിയ സ്വർഗം തന്നെയാണ്. വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കുമായി ചെറിയ സമ്മാനങ്ങൾ വാങ്ങണമെങ്കിൽ ഇവിടെ ധാരാളം ഓപ്ഷനുകളുണ്ട്. അധികം ചെലവില്ലാതെ ഒട്ടേറെ ഗിഫ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അവിടെ എന്നെ ഏറ്റവും ആകർഷിച്ചത്, എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അവസാന ഭാഗത്തുണ്ടായിരുന്ന ചപ്പലുകളുടെ വമ്പിച്ച ശേഖരമായിരുന്നു. സാധാരണ ഷോപ്പുകളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നിറങ്ങളും മോഡലുകളും ഡിസൈനുകളും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വിവിധ രാജ്യക്കാരുടെ ഇഷ്ടങ്ങൾ കണക്കിലെടുത്ത് ഒരുക്കിയതുപോലെ തോന്നുന്ന വൻ കളക്ഷൻ. ഒരുപാട് ആളുകൾ അവിടെ സമയം ചെലവഴിച്ച് ഇഷ്ടപ്പെട്ട മോഡലുകൾ തിരഞ്ഞെടുക്കുന്നത് കാണാമായിരുന്നു. ശരിക്കും ആ വൈവിധ്യം തന്നെ ആ സെലക്ഷന്റെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വിലയേക്കാൾ കൂടുതലായി ആ സ്ഥലത്തിൻ്റെ അന്തരീക്ഷമാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പക്ഷെ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ നല്ലൊരു വാങ്ങൽ അനുഭവത്തിനായി എത്തിയിരിക്കുന്ന പോലെ തോന്നി. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. ഒന്നും തന്നെ വാങ്ങാതെ തന്നെ ഞങ്ങൾ തിരിച്ചുപോയി. ദോഹയിലെ ഷോപ്പിങ്ങിന്റെ മറ്റു നിറമുള്ള മുഖം കാണണമെങ്കിൽ ഡേ ടു ഡേ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. കുറഞ്ഞ ബഡ്ജറ്റിൽ കൂടുതൽ സന്തോഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.